ഗോപിക ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമല്ലേ കോഡിംഗ് പഠിക്കാൻ വന്നത് അല്ലേ? ഡിഗ്രിക്ക് എന്തായിരുന്നു സബ്ജക്ട്? ഡിഗ്രി ബികോം ആയിരുന്നു. ബികോം ആയിരുന്നു. ഓക്കെ. ബികോം കഴിഞ്ഞ ഒരാൾക്ക് മെഡിക്കൽ കോഡർ ആവാൻ പറ്റും തോന്നുന്നുണ്ട് അല്ലേ? ഓ തീർച്ചയായിട്ടും പറ്റും. ഈസി ആണോ വർക്കൊക്കെ? വർക്കൊക്കെ ഈസിയാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രൊഫഷണൽ കോഴ്സാണ്, അപ്പൊ അതിൻ്റെതായ വർക്ക് ചെയ്യുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമുക്ക് പ്രഷറൊന്നുമില്ല. പഠിച്ച മെഡിക്കൽ കോഡിങ്ങിന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ എന്തൊക്കെ ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്? ഞങ്ങളിപ്പോ വർക്ക് ചെയ്യുന്നത് E&M കോഡാണ്. അപ്പോൾ കോഡിങ്ങിന്റെ CPT, ICD, പിന്നെ ഡോക്യുമെന്റേഷൻ, അനാട്ടമി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് ഉപയോഗപ്രദമാവുന്നുണ്ട് ഇപ്പൊ അല്ലേ? E&M നന്നായിട്ട് ചെയ്യുന്നുണ്ട്. CPT പഠിക്കുമ്പോ E&M ചില കുട്ടികളൊക്കെ ടഫാന്നൊക്കെ പറയും. പഠിക്കുമ്പോ ടഫ് അതായിരുന്നു. ഇപ്പൊ വർക്ക് ചെയ്യുമ്പോ അത്രയും കുഴപ്പമില്ല. കുറച്ചുകൂടി നമ്മൾ അത് തന്നെ ചെയ്യുമ്പോ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വരും. ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഈ പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ടേ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് കഴിഞ്ഞ എത്ര നാളുകൊണ്ടാ ജോലിയിൽ കയറിയത്? ഞാനൊരു 4-5 മാസത്തിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നു? അതെ അതെ. ഓക്കെ. ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ കയറിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻ? ഇനി പുറത്തേക്ക് പുറത്ത് പോകണം എന്നാണ് അല്ലേ? ഓക്കെ. ഇപ്പൊ എത്ര എക്സ്പീരിയൻസ് ആയി? ഇപ്പൊ 2 years ആയി. 2 years എക്സ്പീരിയൻസ് ആയി. ഓക്കെ. 2 years എക്സ്പീരിയൻസ് അല്ലാതെ UAE കോഡിംഗിൽ അല്ലേ? ഫ്യൂച്ചർ എന്താ? എങ്ങനെ കരിയറിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കും? കോഡിംഗ് തന്നെ മെഡിക്കൽ ഫീൽഡിൽ തന്നെ, മെഡിക്കൽ ഫീൽഡ് താല്പര്യമായിട്ട് എടുത്തതാണ്. കോഡിംഗ് തന്നെ മുന്നോട്ട് പോകാനാണ്. ഇതിൽ നല്ല സ്കോപ്പ് ഉണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും.